കഠിനമായ വ്യായാമവും ഡയറ്റിങ്ങും നോക്കിയിട്ടും വണ്ണവും വയറും കുറയുന്നില്ലെന്ന് പരാതി പറയുന്നവരുണ്ട്. എന്നാൽ ചില ശീലങ്ങൾ ഒഴിവാക്കുകയും ചിലത് കൂടെ കൂട്ടുകയും ചെയ്താൽ നിങ്ങൾക്ക് വണ്ണവും വയറും എളുപ്പത്തിൽ തന്നെ കുറയ്ക്കാൻ സാധിക്കും. വെയ്റ്റ് ലോസ് ചെയ്യുന്നതിന് ചില പാനീയങ്ങൾ തയ്യാറാക്കി കുടിക്കുന്നത് മൂലം മെറ്റബോളിസത്തെ വേഗത്തിലാക്കാനും അതുവഴി പെട്ടെന്ന് തന്നെ വണ്ണം കുറയ്ക്കാനും നിങ്ങൾക്ക് സാധിക്കും. രാവിലെ ചായ കുടിക്കുന്നതാണ് പലരുടെയും ശീലം. എന്നാൽ ഇതിന് പകരം കലോറി കുറഞ്ഞ ചില പാനീയങ്ങൾ കുടിക്കുന്നത് വഴി ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കും. അത്തരത്തിൽ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന കലോറി കുറഞ്ഞ 3 പാനീയങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. 1. ജീരകം. നിരവധി ആരോഗ്യ ഗുണങ്ങളടങ്ങിയ നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് ജീരകം. കറികളിലാണ് നമ്മൾ പൊതുവായി ജീരകം ഉപയോഗിക്കുന്നത്. എന്നാൽ ജീരകമിട്ട വെള്ളം കുടിക്കുന്നത് വഴി ശരീരഭാരം നിയന്ത്രിക്കാനും വയർ ചാടുന്നത് കുറയ്ക്കാനുമൊക്കെ സാധിക്കും. ജീരകവെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ഭാരം കുറയ്ക്കാൻ വലിയ ഗുണം ചെയ്യും. മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നതിനും കൂടാതെ നല്ല ദഹനത്തിനുമൊക്കെ വളരെ നല്ലതുകൂടിയാണ് ജീരകം. അതിനാൽ വെയ്റ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ വെറും വയറ്റിൽ ചായ കുടിക്കുന്നതിന് പകരം ജീരകവെള്ളം കുടിക്കുക. വെയ്റ്റ് ലോസ് ചെയ്യാനായി ജീരകവെള്ളം നിങ്ങൾക്ക് 2 രീതിയിൽ തയ്യാറാക്കാവുന്നതാണ്. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ജീരകം തലേ ദിവസം ഇട്ട് വയ്ക്കുക. പിറ്റേ ദിവസം ആ വെള്ളവും ജീരകവും കൂടെ തിളപ്പിച്ചതിന് ശേഷം അരിച്ചെടുത്ത് കുടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ തയ്യാറാക്കി കുടിക്കാം. നല്ല തിളച്ച വെള്ളം 1 ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് വയ്ക്കുക. നന്നായി മിക്സ് ചെയ്ത് 15 മിനിറ്റ് നേരം അടച്ചു വയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അരിച്ചെടുത്ത് കുടിക്കാവുന്നതാണ്. ജീരകത്തിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ ശരീരത്തിലുള്ള വിഷപദാർത്ഥങ്ങളെ പുറന്തള്ളാൻ സഹായിക്കും. അതുമൂലം നമ്മുടെ ശരീരത്തിനാവശ്യമായ പല ന്യൂട്രിയൻസും ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യാനും സഹായിക്കും. കൂടാതെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യാനുമൊക്കെ വളരെ നല്ലതുകൂടിയാണ് ജീരകം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ജീരകവെള്ളം ഇവിടെ തയ്യാറായി. ഇത് 10-15 മിനിറ്റെങ്കിലും അടച്ചു വയ്ക്കുക. അതിനുശേഷം ചെറിയ ചൂടിൽ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. 2. ഇഞ്ചി ഉപയോഗിച്ചാണ് അടുത്ത വെള്ളം നമ്മൾ തയ്യാറാക്കുന്നത്. നിരവധി ഔഷധ ഗുണങ്ങൾ നിറഞ്ഞതാണ് ഇഞ്ചി. ശരീരഭാരം കുറയ്ക്കാൻ വളരെ നല്ലതുകൂടിയാണ് ഇഞ്ചി. വെയ്റ്റ് ലോസിന് ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളമാണ് കുടിക്കേണ്ടത്. ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ ധാരാളം അടങ്ങിയ നല്ലൊരു ഭക്ഷ്യവസ്തു കൂടിയാണ് ഇഞ്ചി. വെയ്റ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലമൊക്കെ ഉണ്ടെങ്കിൽ ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാവുന്നതാണ്. അതെല്ലാം മാറിക്കിട്ടും. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനുമൊക്കെ സഹായിക്കുന്ന നല്ലൊരു ഭക്ഷ്യവസ്തു കൂടിയാണ് ഇഞ്ചി. ഇത് രക്തചംക്രമണം മെച്ചപ്പെടുത്താനും BP കുറയ്ക്കാനും ഹാർട്ടിനെ സംരക്ഷിക്കാനുമൊക്കെ വളരെ നല്ലത് കൂടിയാണ്. 1 കഷ്ണം ഇഞ്ചി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി 1 ഗ്ലാസ്സിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ച ഈ ഇഞ്ചി ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് അടച്ചു വയ്ക്കുക. അതിനുശേഷം അരിച്ചെടുത്ത് കുടിക്കാവുന്നതാണ്. ഇതും വെറും വയറ്റിലാണ് കുടിക്കേണ്ടത്. ഇങ്ങനെ കുടിക്കുന്നത് മൂലം നമ്മുടെ മെറ്റബോളിസം നല്ല ഫാസ്റ്റായി തന്നെ നടക്കും. വയറിനുള്ളിലെ കൊഴുപ്പെല്ലാം ബ്രേക്ക് ഡൗൺ ആവുകയും ചെയ്യും. വെയ്റ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഇഞ്ചി വെള്ളം കുടിക്കുന്നത് മൂലം സാധിക്കും. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടാനുമൊക്കെ വളരെ നല്ലതുകൂടിയാണ് ഇഞ്ചി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇഞ്ചി വെള്ളം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതും ഒരു 10-15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം കുടിക്കാവുന്നതാണ്. 3. നാരങ്ങ. വയർ ചുരുങ്ങുന്നതിന് നല്ലൊരു പരിഹാരമാണ് നാരങ്ങ വെള്ളം. വയർ കുറയ്ക്കുന്നതിനായി 1 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിൽ 1 നാരങ്ങ നീര് ചേർത്ത് രാവിലെ കുടിക്കുക. ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ ഇത് സഹായിക്കും. നാരങ്ങയോടൊപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് തേനും ഇഞ്ചിയും ഒക്കെ ചേർക്കാവുന്നതാണ്. നാരങ്ങയിലെ വൈറ്റമിൻ C എന്ന ആൻറ്റി ഓക്സിഡൻ്റാണ് കൊഴുപ്പുരുക്കാൻ സഹായിക്കുന്നത്. കൂടാതെ നാരങ്ങ വെള്ളം നമ്മുടെ ശരീരത്തിലെ മുഴുവൻ അഴുക്കും പുറന്തള്ളാനായി സഹായിക്കും. ഇമ്മ്യൂണിറ്റി കൂട്ടാനും ദഹനം നല്ല രീതിയിൽ നടക്കാനുമൊക്കെ വളരെ നല്ലത് കൂടിയാണ് നാരങ്ങ. നാരങ്ങ വെള്ളം തയ്യാറാക്കാനായി നമ്മൾക്ക് 1 നാരങ്ങ മുഴുവൻ ഉപയോഗിക്കാവുന്നതാണ്. നാരങ്ങയിലെ കുരു നീക്കിക്കളയണം. പിന്നെ ഇതിൽ പഞ്ചസാരയൊന്നും ചേർക്കരുത് കേട്ടോ. നാരങ്ങ വെള്ളം തയ്യാറാക്കാനായി അധികം ചൂടില്ലാത്ത വെള്ളമാണ് എടുക്കേണ്ടത്. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ജിഞ്ചർ വാട്ടറും അതുപോലെ തന്നെ ജീര വാട്ടറും ഒക്കെ നല്ല തിളച്ച വെള്ളമായിരുന്നു എടുത്തിരുന്നത്. എന്നാൽ നാരങ്ങ അധികം ചൂടില്ലാത്ത വെള്ളത്തിലാണ് മിക്സ് ചെയ്യേണ്ടത്. വെള്ളം ചെറിയ രീതിയിലൊന്ന് ചൂടാക്കുക. അതിനുശേഷം ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്ത ലെമൺ ജ്യൂസ് മിക്സ് ചെയ്തെടുക്കുക, കുടിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ 3 പാനീയങ്ങളും വയറിലെ കൊഴുപ്പ് കുറച്ച് വയർ ചുരുങ്ങാനും അതുപോലെ തന്നെ തടി കുറയ്ക്കാനുമൊക്കെ വളരെ നല്ലതാണ്. ഈ പാനീയങ്ങൾ കുടിക്കുന്നതിനോടൊപ്പം ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വണ്ണം കുറയ്ക്കാൻ സാധിക്കും. അതായത് കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പഞ്ചസാരയും അടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കണം. നന്നായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ പരമാവധി കുറയ്ക്കുക.
കലോറി വളരെ കുറഞ്ഞ ഭക്ഷണങ്ങളും ഫൈബർ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങളുമൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷനും റെസിപ്പിയുമെല്ലാം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്